ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വർഗീയ സംഗീത യാത്രയിലാണ്. ഇന്നേ ദിവസം ഈ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് വചനം പ്രസംഗിക്കുകയും അതിലുപരി വചനം പാടുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്വന്തം തെരേസ് തുമ്പശ്ശേരി SD ആണ്. ഏറെ സ്നേഹത്തോടു കൂടി സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. സിസ്റ്ററിനെ പറ്റി ഒരുപാട് അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊക്കെ ഞാനും മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പായിട്ട് ഒരു പാട്ട് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ഓക്കെ അച്ഛാ. മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ പക്ഷികളാൽ പോറ്റിയവൻ കാക്കയാലാഹാരം നൽകിയവൻ കാട പക്ഷികളാൽ പോറ്റിയവൻ കാണുന്നവൻ ഇല്ലാമറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ കാണുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറായെ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറായെ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ ചേർക്കുന്നവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ
ആദ്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. ചിത്രചേച്ചിയുടെ മനോഹരമായ ഗാനം സിസ്റ്റർ ആത്മാവിൽ തൊടുന്ന ഒരു ശബ്ദത്തിലാണ് പാടിയത്. നല്ല ഭംഗിയായിട്ട് അസാധ്യമായിട്ട് പാടി. ഈ പാട്ടിൻ്റെ തിരഞ്ഞെടുക്കുവാൻ സിസ്റ്ററിൻ്റെ ഒരു പ്രിയപ്പെട്ട പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഈ പാട്ട് എന്തെങ്കിലുമായിട്ടുള്ളൊരു തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് സിസ്റ്റർ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 10 വർഷത്തിൽ അധികമായിട്ട് നമ്മുടെ ധോണി ധ്യാന സെൻറ്ററിൽ വചനം പറയുകയും അതുപോലെ തന്നെ ഗാന ശുശ്രൂഷ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ ഞാനപ്പോൾ ഓർത്ത് പോവുകയാണ്. അവരുടെ ഇടയിലൊക്കെ പാടുമ്പോഴൊക്കെ ഒരു എനർജി, ഒന്നുമില്ലാതെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ വരുമ്പോഴും എന്തൊരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുക. ഈശോയുടെ ഒരു കരുണയും സ്നേഹവും സൗഖ്യവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു ഗാനമാണ്. അപ്പോൾ ഇത് പാടാനും ഇത് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇത് തിരഞ്ഞെടുക്കാനൊരു കാരണം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈശോ ഈ പാട്ടിൽ പറയുന്നൊരു കാര്യം, ഈശോ നമ്മളെ ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും മറക്കില്ല, നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ് അവിടുന്ന്. ശരിക്കും ഞാൻ മഠത്തിൽ വന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മാരകമായൊരു രോഗം പിടിപെട്ടു. മാരകമായ രോഗം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൻഡിസൈറ്റീസിൻ്റെ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡായി. ഒവേറിയൻ സിസ്റ്റ് ബേസ്റ്റ് ചെയ്ത് പൊട്ടി, ഇൻറ്റേർണൽ ബ്ലീഡിങ്, വയറിനകത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഒക്കെ വന്ന് ഒരു മരണകരമായൊരു സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അപ്പോൾ പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു സിസ്റ്റർ ആവാൻ പറ്റില്ലായിരിക്കും, അതിനു മുമ്പ് ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. എൻ്റെ സഭ മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാനൊരു ഏകദേശം 1 മാസത്തോളം ആശുപത്രിയിൽ കിടന്നു. അതിൽ പകുതിയും ICUവിൽ തന്നെയായിരുന്നു. എൻ്റെ സഭ എല്ലാ ദിവസവും തന്നെ വൈകിട്ട് എനിക്ക് വേണ്ടി ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ജീവൻ തിരിച്ചു കിട്ടാൻ. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും അതുപോലെ എൻ്റെ ബാച്ച്മേറ്റ്സ്, എന്നെ അറിയുന്നവരൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല. പക്ഷേ പിന്നീട് ഈ പാട്ട് പഠിച്ച് പാടുന്ന സമയത്ത് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഈശോ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയെ എനിക്ക് ഈ വസ്ത്രം, ഈ വെള്ളമെടുപ്പിട്ട് ഒന്ന് സിസ്റ്ററായി അതിനുശേഷം ഒന്ന് മരിക്കാൻ അവസരം കിട്ടിയാലും കുഴപ്പമില്ല, എനിക്കൊന്ന് സിസ്റ്റർ ആവണം എന്നൊരാഗ്രഹമുണ്ട്, നിൻ്റെ മണവാട്ടി ആവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വയ്യാതെ കിടക്കുന്ന ആ സമയത്ത് എനിക്ക് വേണ്ടി ഒത്തിരി പേര് എന്നെ അറിയുന്നവർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശോ എനിക്ക് ജീവൻ തിരിച്ചു തന്നു. പിന്നീടാണ് ഞാൻ ഈ പാട്ടൊക്കെ പഠിക്കുന്നതും പാടുന്നതൊക്കെ. പക്ഷേ ഇത് പാടുന്ന സമയത്ത് ഈശോയുടെ വചനം ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഈശോ പറയുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോ ഒരിക്കലും നമ്മളെ കൈവിടില്ല, ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നൊരു പാട്ടായതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. എൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പോലെയാണ് എനിക്കിത് പാടുമ്പോഴൊക്കെ ഫീൽ ചെയ്യാറ്. അതുപോലെ ഇത് കേൾക്കുന്നവർക്കും അങ്ങനെ തന്നെ ചിലർ ഈ പാട്ട് പാടുന്ന സമയത്ത് അവരുടെ അനുഭവം ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടി, ഈ പാട്ട് കേട്ടപ്പോൾ വിഷമം മാറി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധ്യാന സെന്ററിൽ പാടുന്ന ഒരു പാട്ടായിട്ട് മാറി. ധ്യാന സെന്ററിൽ പാടാറുണ്ട് ഈ പാട്ട്. അങ്ങനെ അനുഭവങ്ങളും ഒക്കെ ധ്യാന സെന്ററിൽ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ കാരണം നീണ്ട 10 വർഷം ധ്യാന സെന്ററിലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോഴും, കാരണം ഒരു ആത്മീയ ജീവിതമാണല്ലോ അവിടെ ജീവിക്കുമ്പോഴും, പിന്നെ മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യമായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ വചനം പങ്കുവയ്ക്കുമ്പോഴും പാട്ടുകൾ പാടുമ്പോഴും. അപ്പോൾ ആ ഒരു വർഷങ്ങൾ കടന്നുപോയി, ഇപ്പോഴും അതിലൂടെ തന്നെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മറ്റു പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പാട്ട് കേട്ടും. കാരണം എനിക്കിപ്പോൾ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് തോന്നി. അങ്ങനെ ഒരാശ്വാസമായിട്ടൊക്കെ മറ്റുള്ളവർക്ക് മാറിയിട്ടുണ്ടല്ലോ. അങ്ങനെ എനിക്ക് പാടുമ്പോൾ പലപ്പോഴും പാടുന്ന വ്യക്തി ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പാടുമ്പോൾ എനിക്ക് തന്നെ ഒരു ഹീലിംഗ്, ഒരു മനസ്സിന്, ആത്മാവിന്, ശരീരത്തിനൊക്കെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ സ്വരമൊക്കെ മൊത്തം ഒരിടയ്ക്ക് സ്വരം മൊത്തം അടഞ്ഞു പോയി, എന്നുവെച്ചാൽ പിച്ചൊന്നും പാടാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശോയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ, എന്നാലും എനിക്ക് ഈശോയുടെ ഗാനങ്ങൾ പാടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ചിലപ്പോൾ നമ്മൾ പാടുമ്പോൾ തന്നെ നമുക്ക് സ്വരം തുറന്നു വരുന്ന
ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ധ്യാന ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോഴാണേലും ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഹോം മിഷൻ പ്രോഗ്രാം അങ്ങനെയൊക്കെ പോണ സമയത്തൊക്കെ ചിലപ്പോൾ സ്വരം ഇല്ലാതെ ആയിരിക്കും പോവുക. അപ്പം ഞാൻ എന്നെ വിളിക്കുന്നവരോടൊക്കെ പറയും ഒട്ടും സ്വരമില്ല, ശരിയാവുമോ എന്നറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് കയറുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശുശ്രൂഷ തുടങ്ങുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല ഈശോ സ്വരം തരാറുണ്ട്. എന്നുവെച്ചാൽ പാടാനായിട്ട് ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് പാടേണ്ടി വരും ശുശ്രൂഷയിൽ. ഹോം മിഷൻ ആണെങ്കിലും ആരാധനയുടെ സമയത്തും ശുശ്രൂഷയ്ക്കൊക്കെ ആണെങ്കിലും ധ്യാന ശുശ്രൂഷയിലാണെങ്കിലും കണ്ടിന്യൂസ് ചിലപ്പോൾ പാട്ട് പാടേണ്ടി വരും, ചിലപ്പോൾ കൗൺസിലിങ്ങിന് ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ എന്താ പറയുക വചനം പ്രസംഗിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സ്വരം എല്ലാത്തിനും നമുക്ക് സ്വരം വേണമല്ലോ. അപ്പോൾ ശരിക്കും ഈശോയിൽ ആശ്രയിച്ച് കണ്ണടച്ച് ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമാണ് എനിക്ക്. ഒന്നിനും നോ പറയാതെ എല്ലാം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ. അതെ, ചിലപ്പോൾ സ്വരം ഇല്ലാത്തപ്പോൾ ഞാൻ ചിലപ്പോൾ നോ പറയാനൊക്കെ തുടങ്ങിയെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോ തന്നൊരു കൃപയാണ്. അപ്പോൾ അത് നോ പറയരുത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ. ഈശോ തന്ന കഴിവ് ഉപയോഗിക്കുന്നതിൽ സന്തോഷം തന്നെയുള്ളൂ. നിർലോഭം എല്ലാവർക്കും കൊടുക്കാനാണ് ഇഷ്ടം. ശുശ്രൂഷയിൽ നമ്മൾക്ക് ടെൻഷൻ ആണെങ്കിൽ പോലും പാട്ട് വരാൻ പറ്റുമോ, നല്ലപോലെ പാടാൻ പറ്റുമോ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ സിസ്റ്ററിനുള്ള ഒരു അനുഭവം മാത്രമല്ല, അവിടെ വന്നിരിക്കുന്നവർക്കും സിസ്റ്ററിൻ്റെ പാട്ട് അത് സിസ്റ്ററിൻ്റെ പാട്ടല്ല, അത് ഈശോയുടെ പാട്ടായിട്ട് മാറണം. അപ്പം അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞ പാട്ടും ഒരിക്കലും കൈവിടില്ലെന്നൊക്കെ ആ പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരാളുണ്ട്, എൻ്റെ ഈശോ കൂടെയുണ്ട്, പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്നിരിക്കുന്നവർക്ക് ഈ ഒരു പാട്ടൊക്കെ ആ ഒരു ലയിച്ച് പാടുമ്പോൾ അറിയാതെ ലയിക്കും, അവർ പ്രാർത്ഥന ആയിട്ട് മാറും, അറിയാതെ കണ്ണുനീര് വരും. അത് അനുഭവമാണ് അവർക്കൊക്കെ ഉണ്ടാകുന്നത്. ഇത് അച്ഛൻ പറഞ്ഞ സത്യമാണ്. ചില സമയത്ത് ഇപ്പോൾ ആരാധനയുടെ സമയത്തൊക്കെ ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ നമുക്കും ഉള്ളിൽ തട്ടിയാണ് പാടാറ്. ചിലപ്പോൾ അൽമാരുടെ ധ്യാനമാണേലും സിസ്റ്റേഴ്സിൻ്റെ ധ്യാനമാണേലും ചിലർ ഉറക്കെ കരയണ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പോലെ ആ പാട്ട് പിന്നെ അടുത്ത് നമുക്ക് പാടാൻ പറ്റില്ല. കാരണം അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കും കരച്ചിൽ വരുവാണ്. അപ്പോൾ ശരിക്കും ഈശോയുടെ ഒരു ടച്ച് അവിടെ വരുന്നുണ്ട്. ഞാൻ ഈശോയ്ക്ക് നന്ദി പറയും. കാരണം നമ്മുടെ പ്ലാനിങ് അല്ല. അപ്പോൾ ഈശോ അവർക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അപ്പോൾ എന്നെ തോന്നിപ്പിച്ചതാ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായും സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു പാട്ട് കൂടി കേൾക്കാൻ ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഒരു പാട്ട് കൂടി പാടാം. ഒരു പാട്ട് കൂടി പാടാം. உம்மையப்பானு கூப்பிடவா, உம்மையம்மானு கூப்பிடத்தான் ஆசை, உம்மையம்மானு கூப்பிடவா, உம்மையப்பானு கூப்பிடத்தான் ஆசை, உம்மையப்பானு கூப்பிடவா, உம்மையம்மானு கூப்பிடத்தான் ஆசை, உம்மையம்மானு கூப்பிடவா, அப்பானு கூப்பிடுவே, அம்மானு கூப்பிடுவே,
என்னை கெஞ்சுவதும் கொஞ்சுவதும் பார்த்தால் அம்மானு சொல்லட, என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தால் உம்மை அப்பானு சொல்லட, என்னை கெஞ்சுவதும் கொஞ்சுவதும் பார்த்தால் உம்மை அம்மானு சொல்லட, என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தால் உம்மை அப்பானு சொல்லட. அப்பானு கூப்பிடுவேன், உம்மை அம்மானு கூப்பிடுவேன். அப்பானு கூப்பிடுவேன், உம்மை அம்மானு கூப்பிடுவேன். உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடவா. உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடவா. கண்ணீர் துடைச்சது பார்த்தால் அம்மானு சொல்லண, என்னுள்ளப்பத்தை கேட்டது பார்த்தால் அப்பானு சொல்லண. கண்ணீர் துடைச்சது பார்த்தால் அம்மானு சொல்லண, என்னுள்ளப்பத்தை கேட்டது பார்த்தால் அப்பானு சொல்லண. என்னை ஏந்துவதும் தாங்குவதும் பார்த்தால் உம்மை அம்மானு சொல்லட, உங்க இரக்கத்தை உருக்கத்தை பார்த்தால் உம்மை அப்பானு சொல்லட. என்னை ஏந்துவதும் தாங்குவதும் பார்த்தால் உம்மை அம்மானு சொல்லட, உங்க இரக்கத்தை உருக்கத்தை பார்த்தால் உம்மை அப்பானு சொல்லட. உம்மை அப்பானு கூப்பிடுவேன், உம்மை அம்மானு கூப்பிடுவேன். அப்பானு கூப்பிடுவேன், உம்மை அம்மானு கூப்பிடுவேன். உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடவா. உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடவா. உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடவா. உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை അമ്മാന് കൂപ്പിടവാ. നല്ല അടിപൊളിയായിട്ട് പാടി. ഇതൊരു തമിഴ് പാട്ടാണ്. മലയാളം പാടുന്ന ഒരു എന്താ പറഞ്ഞ ഒരു ടെൻഷൻ ഇല്ലാതെയാണ് സിസ്റ്റർ പാടിയത്. അപ്പോൾ ധ്യാന സെൻറ്ററിലൊക്കെ പാടുന്ന ഒരു പാട്ടാണല്ലേ? അത് ധ്യാന സെൻറ്ററിൽ പാടുന്ന. അപ്പോൾ എന്തോ സിസ്റ്ററിൻ്റെ ദൈവം എന്തോരാണ് വളർത്തുന്നത്, മറ്റ് ലാംഗ്വേജിലേക്ക് പാടാൻ പറ്റുന്നു. ഈ അപ്പ എന്നുള്ളൊരു വിളി തന്നെ ഒരു ഹീലിംഗ് ആണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അവിടെ ഈ മാനസിക രോഗികളെ നോക്കുന്നൊരു സെൻ്ററാണ്. അപ്പോൾ അവിടെ ഈ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന യുവജനങ്ങളുണ്ട്. അപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് അവിടെ വരും, എന്നിട്ട് ആരാധനയ്ക്ക് എഴുന്നേറ്റ് വയ്ക്കാൻ മാത്രം പറയും. അപ്പോൾ ഞങ്ങൾ തിരക്കാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒന്ന് എഴുന്നേറ്റ് മാത്രം മതി, ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഇവർ കഴിഞ്ഞിട്ട് ഈ അപ്പ 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 എന്ന് വിളിക്കും. അപ്പോൾ ഞാൻ സിസ്റ്റർ ഇങ്ങനെ പാടിയപ്പോൾ എൻ്റെ മനസ്സ് അവരിലേക്കൊന്ന് എത്തിച്ചേർന്ന്. അവർ എന്തുമാത്രം മനസ്സിനൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭാരം ഇറക്കി വെക്കുന്ന പോലെയാണ് അപ്പൻ്റെ മുമ്പിൽ മക്കളെന്നൊരു പ്രാർത്ഥന പോലെ. അപ്പം ഞാൻ സിസ്റ്റർ നല്ല ഇമോഷണലായിട്ട് ഫീലിങ്ങോട് ഓടുമ്പോൾ ഞാനിങ്ങനെ ധ്യാന സെൻറ്ററിലാണെങ്കിൽ പോലും ഇപ്പോൾ തമിഴ് വിഭാഗമായിക്കൊള്ളട്ടെ, അവർ അത് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹീലിംഗ് ഉണ്ടല്ലോ. അവർ ചിലപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകും. ചിലപ്പോൾ അപ്പനിൽ നിന്നായിരിക്കണം എന്തോ ആയിക്കോട്ടെ ഒരു വേദന, ചിലപ്പോൾ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചു പോയായിരിക്കാം. പിന്നെ പല അനുഭവങ്ങളിൽ കടന്നു പോകുന്ന മക്കളെവിടെയുണ്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഈശോയിലേക്ക് നോക്കാനും അറിയാതെ തന്നെ അപ്പാന്നൊക്കെ ഇതെല്ലാവർക്കും പറ്റിയൊരു പാട്ട് അല്ലേ? കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും യുവജനങ്ങൾക്ക് അത് അസാധ്യമായിട്ട് സിസ്റ്റർ പാടിയോ. താങ്ക് യു അച്ഛാ. ഇത് ധ്യാനകേന്ദ്രത്തിൽ പാടുന്ന പാട്ടാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സൈഡിൽ നിന്നൊക്കെ തമിഴ് സംസാരിക്കുന്ന എന്നാൽ മലയാളം അവർക്ക് അറിയാം. മലയാളികളാണ്, പക്ഷെ തമിഴ് ടച്ചുള്ളവരാണ്. അവർ വന്ന് ഈ പാട്ട് പാടിയത് ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത്
ഇതുപോലെ അപ്പാ അപ്പാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ധോണി ധ്യാന കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് മിനിസ്ട്രിക്ക് വേണ്ടി പാടിയപ്പോൾ ഞങ്ങളിതിൻ്റെ ഹിന്ദി വെർഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹിന്ദിയിൽ പാടി. അപ്പോഴും അപ്പാ എന്ന് തന്നെ വിളിച്ചാണ് പാടുന്നത്. ഹിന്ദിയിലും അങ്ങനെ തന്നെ ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് ഹിന്ദി സംസാരിക്കുന്നവരാണ്, അവർക്ക് മലയാളം അറിയില്ല. പക്ഷെ അവർ വന്ന് പറയാം ആ അപ്പാന്ന് വിളിച്ച് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്കത് വരുന്നത് പോലെ തോന്നിയെന്ന് അവർ വന്ന് പറഞ്ഞത് അച്ഛനിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനത് ഓർക്കുക. ഒരു ഹീലിംഗ് പാട്ടാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ കുടുംബത്തിലാണെങ്കിൽ 4 മക്കളിലെ മൂത്തയാളിന് ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ, ഈ ഒരു ശുശ്രൂഷ മേഖലയ്ക്ക് തിരഞ്ഞെടുത്തപ്പോൾ അതിന് ഓക്കെ പറഞ്ഞ മാതാപിതാക്കൾക്കാണ് ആദ്യം നന്ദി പറയാനുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സിസ്റ്റർ പറഞ്ഞാൽ അപ്പൻ്റെ ആ ഒരു പാട്ടും പള്ളിയുമായിട്ടുള്ള ബന്ധമൊക്കെയാണല്ലോ പാട്ടിൽ അപ്പൻ വളരാനും അത് മക്കളിലേക്കൊക്കെ പ്രേരണയായത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററെ. പ്രത്യേകിച്ച് അനുഭവങ്ങൾ കേട്ടു, നല്ല ശബ്ദത്തിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ പാട്ടും ഒക്കെ നല്ല സ്വീറ്റ് വോയിസാണ്. എല്ലാവരെയും ആകർഷിക്കണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറമാണ്. അഭിഷേകത്തെ നിറയ്ക്കുന്ന പാട്ടുകളാണ്, ഒരു സ്വരമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഇത് ദൈവം ഇനിയും വളർത്തട്ടെ. തമിഴ് പാട്ട് മാത്രമല്ല, നിരവധി ഗാനങ്ങൾ പാടട്ടെ മറ്റ് ഭാഷകളിലെ. കാരണം അവരുടെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ മക്കളാണ്. മലയാളം അറിയണമെന്നില്ല, ചിലപ്പോൾ പല ഭാഷ, ഹിന്ദി, മറാഠി ഒക്കെ ഉണ്ടല്ലോ. അവർക്കൊക്കെ ഒരു അഭിഷേകമായിട്ട് സിസ്റ്ററിൻ്റെ സാന്നിധ്യവും ഗാനവും വചനപ്രഘോഷണമൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി നന്ദി അച്ഛാ. അച്ഛനും ഒത്തിരി നന്ദി. കാരണം അച്ഛൻ ഇത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് ധൈര്യമായിട്ട് പാടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ടൊക്കെ വന്നു കേട്ടോ, പാടാൻ പറ്റുമോ എങ്ങനെയാവും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ആ പറയുന്ന ആ ഒരു രീതിയും ആ പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ടും അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ധ്യാനത്തിൽ പാടുന്ന പോലെ തന്നെയാണ്, ഒരു കൂളായിട്ടാണ് പാടുന്നത്. ബിന്നിലച്ച അച്ഛൻ്റെ ചേട്ടനച്ഛൻ്റെയും പാട്ട് ഞങ്ങൾ യൂട്യൂബിലാണ് കൂടുതൽ കേട്ടേക്കണം. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇരട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞെങ്ങാണ്ടാണ് അന്ന് യൂട്യൂബിൽ വന്നത് ഒരു ചാനൽ. അങ്ങനെ ഞാനും വിചാരിച്ചത് നിങ്ങൾ ഇരട്ടകളാണെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് അനിയനച്ഛനാണെന്ന്. അത് ചേട്ടനച്ഛനും ഇത് അനിയനച്ഛനുമാണെന്ന്. അപ്പം അന്ന് മുതൽ അച്ഛൻ്റെ പാട്ടൊന്ന് അല്ലെങ്കിൽ അച്ഛന്മാരുടെ പാട്ടൊന്ന് നേരിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അച്ഛനൊരു പാട്ട് ഇപ്പോൾ പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? ഞാൻ ഒരു പാട്ട് പാടാം. ഇപ്പം നമ്മൾ സിസ്റ്റർ തമിഴിൽ അപ്പ അപ്പ എന്നുള്ളൊരു പാട്ടാണല്ലോ. ഇപ്പോൾ പിതാവേ കരുണാമേനും നമ്മുടെ ശാന്തി അങ്കമാലി ചേട്ടൻ്റെ മനോഹരമൊരു ഗാനമുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ പാടാം. പിതാവേ കരുണാമയനേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാക്കണേ. പിതാവേ പരിപാലകനേ, ഇരവിലും പകലിലും കോട്ടയാക്കണേ. നിൻ തിരുമാർവിലേ തിരുരക്തത്താലേ കഴുകേണമീശുനാഥ. നിൻ മനതാരിലെ തിരുസ്നേഹത്താലെ കരുതേണമേ സ്നേഹരൂപാ. നീ മാത്രമാണെൻ്റെ പാതയെന്നോതുവാൻ അകതാരിൽ അറിവാകണേ. സന്തോഷമെന്നറിയുവാൻ നിറവാകണേ. പിതാവേ കരുണാമയനേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാക്കണേ.
വാക്കുകളെല്ലാം തളരുമ്പോൾ താങ്ങി തുണച്ചിടണേ. ഓ എൻ്റെ പൊന്നേശുവേ, പിതാവേ കരുണാമയനേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാക്കണേ. പിതാവേ പരിപാലകനേ, ഇരവിലും പകലിലും കോട്ടയാക്കണേ. സ്നേഹത്തിൻ തികവായി വാത്സല്യനിധിയായി എന്നെയും ചേർക്കേണമേ. സാന്ത്വനത്തെന്നലായി ഹൃദയത്തിൻ കോവിലിൽ കുടിയിരുത്തിയിടേണമേ. കരുതുന്ന തമ്പുരാൻ കരമുയർത്തിയിടുമ്പോൾ തകരുകില്ലെൻ ജീവിതം. കരുണാമയനവൻ കാവലായിടുമ്പോൾ തളരുകില്ലെൻ മാനസം. ഓ എൻ്റെ തിരുനാഥനേ. അച്ഛാ ഒത്തിരി നല്ല അഭിഷേകമുള്ള പാട്ട്, അഭിഷേകമുള്ള സ്വരം, ആ പാട്ടിൻ്റെ ആ ഭാവം മുഴുവനും ഉൾക്കൊണ്ടാണ് അച്ഛനിപ്പോൾ പാടിയത്. ഒത്തിരി നന്ദി, നല്ല പാട്ട്. താങ്ക് യു സിസ്റ്ററെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ് നൽകിയതിന് നന്ദി പറയുകയാണ് ഞങ്ങളെല്ലാവരുടെയും പേരിൽ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സിസ്റ്റർ ഉണ്ടാകും. സിസ്റ്റർ ധ്യാനസ് അവിടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗം പറയുമ്പോഴും അവിടെ ആയിരിക്കുമ്പോഴും തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോഴും ഞങ്ങളെയും ഈ ശാലോം ടിവിയുടെ എല്ലാ ശുശ്രൂഷകരെയൊക്കെ ഓർക്കണേ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെല്ലാവർക്കും വേണ്ടി സിസ്റ്ററും പ്രാർത്ഥിക്കണം. ഒരു കാര്യമാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് ഇനിയും കാണാം. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. പിതാവേ കരുണാമയനേ, ഇപ്പോഴും എപ്പോഴും കൂട്ടാക്കണേ. പിതാവേ പരിപാലകനേ, ഇരവിലും പകലിലും